കലൂരിലെ നൃത്ത പരിപാടിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പ്രത്യേകം പരിശോധിക്കുന്നുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും. ഉമാ തോമസ് വീണത് ഞെട്ടലുണ്ടാക്കിയെന്നും പുട്ട വിമലാദിത്യ. അന്വേഷണം ബാങ്ക് അക്കൗണ്ടുകളുടെ എല്ലാ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ ഈ സെക്കൻഡ് കേസ് എടുത്തിട്ടുണ്ട്. ഒരു 406, 420 സെക്ഷൻസിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് വെച്ചിട്ട് ആ കേസിലേക്ക് വേണ്ടി നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണോ അല്ലോ എന്നത് പറയാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി അന്വേഷിക്കാൻ ആവശ്യമുണ്ട്. എറണാകുളം മറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇന്നലെ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും വീണ് സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. ഫ്ലവർ ഷോ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് കോർപ്പറേഷന്റെ സ്റ്റോപ്പ് മെമ്മോ. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശിവഗിരി മഠത്തെയും വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്, അത് മാറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും മന്നം ജയന്തി ആഘോഷ ചടങ്ങിൽ സുകുമാരൻ നായർ പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനത്തിനിടെയാണ് സ്വാമി സച്ചിദാനന്ദ ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരി കയറുന്ന ആചാരം ഒഴിവാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. പിന്നാലെ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതിനെയാണ് കടുത്ത ഭാഷയിൽ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വിമർശിച്ചത്. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരമുണ്ടെന്നും ഹിന്ദുവിന്റെ നേരെയെല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന തോന്നൽ അംഗീകരിക്കാനാവില്ലെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. ഇത് ഒരു ഗവൺമെന്റിനെ കൊണ്ടോ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കൊണ്ട് തിരുത്തപ്പെടാവുന്ന ഒരു ആശയമല്ല. അത് ഇവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവരുണ്ട്. അതിലൊരു വിഭാഗമായി ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഇതൊന്നും പറ്റില്ല എന്നുള്ള ആ പിടിവാശിയുണ്ടല്ലോ, അത് അനുവദിക്കാൻ പാടില്ല. സനാതനധർമ്മം സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതരാഷ്ട്രം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ സനാതനധർമ്മത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന RSSന്റെയും BJPയുടെയും ഉള്ളിലിരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തികച്ചും കേരളം അംഗീകരിക്കുന്ന ഒന്നാണ്. ക്ഷേത്രങ്ങളിലെ ഷട്ടൂരൽ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോടെ NSS കടുത്ത വിമർശനം ഉയർത്തുമ്പോഴും SNDP യോഗം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം. 11 വർഷത്തെ പിണക്കം മാറ്റി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി. മന്നം ജയന്തി ആഘോഷ ഉദ്ഘാടനത്തിനായി എത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഊഷ്മള വരവേൽപ്പാണ് NSS നൽകിയത്. രമേശ് NSSന്റെ പുത്രനാണെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയുമായുള്ള ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പൊതുജീവിതവും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നും എൻ്റെ മനസ്സിൽ അത് പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി ജി സുകുമാരൻ നായരും പെരുന്നയെക്കുറിച്ച് വികാരാധീനനായി രമേശ് ചെന്നിത്തലയും ഇന്ന് വേദിയിൽ കണ്ടു. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് എന്തൊക്കെ സംഭവിച്ചു വേദിയിൽ? ജിൽസി, ഊഷ്മളമായ സ്വീകരണമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് NSS ആസ്ഥാനത്ത് ലഭിച്ചത്. രാവിലെ NSS ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. അവിടെ 1 മണിക്കൂറോളം നേരം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പിന്നീട് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയത്.
രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിയായിരുന്നു ജി സുകുമാരൻ നായരുടെ പ്രസംഗം. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു മുദ്രയിലല്ല രമേശ് ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഏറ്റവും അർഹനായ ആളാണ്. നേരത്തെ അറ്റോർണി ജനറൽ പിൻവാങ്ങിയ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. അറ്റോർണി ജനറലേക്കാളും ഉയർന്ന സ്ഥാനീയനായ ആളാണ് രമേശ് ചെന്നിത്തലയെന്നും രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണ് എന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറുപടി പ്രസംഗത്തിൽ NSS ജനറൽ സെക്രട്ടറിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. മന്നത്ത് പത്മനാഭന്റെ അദൃശ്യമായ ഊന്നുവടി ജി സുകുമാരൻ നായരുടെ പക്കലുണ്ട്. അതുകൊണ്ട് ശത്രുക്കളെയും എതിർക്കുവാനും സമുദായത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നുവെന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. NSSുമായുള്ള ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയില്ല എന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. 2013 താക്കോൽ സ്ഥാന പ്രസ്താവനയിലൂടെയാണ് NSSും ജി സുകുമാരൻ നായരും ആയി രമേശ് ചെന്നിത്തല അകന്നത്. എന്തായാലും വീണ്ടും NSS നേതൃത്വം ചെന്നിത്തലയെ ചേർത്ത് പിടിക്കുന്നതിലൂടെ UDFനും കോൺഗ്രസിനും വ്യക്തമായ സന്ദേശം നൽകുകയാണ് NSS നേതൃത്വം. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ കോടികളുടെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ് കമ്പനിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ 60,80 ലക്ഷം രൂപ നിക്ഷേപിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാരിന്റെ അറിവോടെ കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. VD സതീശന്റെ ആരോപണം തള്ളി മുൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 2018 റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിയിൽ 60,80 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2015 മുതൽ നഷ്ടത്തിലുള്ള അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് അഴിമതിയാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഒരു മാനദണ്ഡവും നിക്ഷേപത്തിൽ പാലിച്ചിട്ടില്ല. 2018-ലും 19-ലും വാർഷിക റിപ്പോർട്ടിൽ കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പണം നിക്ഷേപിച്ചു, കമ്മീഷൻ വാങ്ങിയിട്ടാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിക്ക് സർക്കാരിന്റെ ഒത്താശയുണ്ട്. അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുപോലത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി അവിഹിതമായ ബന്ധമുള്ളതുപോലെ കൂട്ടാൻ പോകുന്ന ഒരു കമ്പനിക്ക് പണം നിക്ഷേപിച്ച് ആരുടെ പണം? സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞാൽ ആരുടെ പണം? നമ്മുടെ പണമല്ല. VD സതീശന്റെ ആരോപണം തള്ളി ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് രംഗത്ത് വന്നു. 52% തുക തിരികെ നൽകാമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അത് പോരെന്ന് സംസ്ഥാനം അറിയിച്ചതായി തോമസ് ഐസക്. അപ്പോൾ ഇന്നിപ്പോ ഈ 60 കോടി രൂപയും പോയിട്ടൊന്നുമില്ല. നിങ്ങൾ ബിസിനസ്സിൽ നടത്തുമ്പോൾ നഷ്ടവും വരും, ലാഭവും വരും. നോക്കൂ, ഈ കാലയളവിൽ KFCയുടെ വായ്പ 2000-4000 കോടിയായിട്ട് വർദ്ധിപ്പിച്ചു. മന്ത്രിയല്ലാത്തതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നില്ല. എല്ലാം പൊതുസമൂഹത്തിന് മുമ്പിലുള്ളതാണെന്നും ഐസക് പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകി. മീഡിയ 1 തിരുവനന്തപുരം. സർക്കാരിന്റെ മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി പൂർണ്ണമായും അംഗീകരിക്കാതെ ദുരന്തബാധിതർ. 5 സെന്റും വീടും അപ്രായോഗികമാണെന്നും ടൗൺഷിപ്പിന് പുറത്തുള്ളവർക്ക് 15 ലക്ഷം എന്നത് സ്വീകാര്യമല്ലെന്നും ദുരന്തബാധിതർ പറഞ്ഞു. ദുരന്തബാധിതരെ വിശ്വാസത്തിലെടുക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാരും ആവശ്യപ്പെട്ടു. ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസ പദ്ധതി ഇന്നലെയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. കൽപ്പറ്റയിൽ 5 സെന്റ് ഭൂമിയും 1000 സ്ക്വയർ ഫീറ്റ് വീടുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ ദുരന്തബാധിതർ തയ്യാറല്ല. 5 സെന്റ് സ്ഥലം കൽപ്പറ്റയിൽ അത് അംഗീകരിക്കില്ല, ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. 15 ലക്ഷം രൂപ പറഞ്ഞാൽ അത് പ്രായോഗികമല്ലാത്ത കാര്യം. 15 ലക്ഷത്തിന് ഒരു വീടും സ്ഥലം എവിടെയും കിട്ടൂല. സർക്കാർ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ മീഡിയ 1 പറഞ്ഞു. 15 സെന്റ് സ്ഥലമെങ്കിലും അവർക്ക് റിക്വയർ ചെയ്യണം, 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ള രീതി. അങ്ങനെ വളരെ ഇടുങ്ങി നിൽക്കേണ്ട ആളുകളായിരുന്നില്ല അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ്. ഇന്ന് കളക്ടറേറ്റിൽ റവന്യൂ മന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുക. മീഡിയ 1 വയനാട്. മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ നടപടിക്രമങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് മന്ത്രി കെ രാജൻ. 5 സെന്റ് മാത്രം ഭൂമി നൽകുന്നതിലെ പരാതി പരിശോധിക്കും. തീരുമാനങ്ങൾ ഇരുമ്പുലക്കെയല്ല. നിലവിലെ ഉത്തരവിൽ 1ാം ഘട്ടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ഫ്രെയിം വർക്ക് ആയിട്ടുണ്ട്. ഇനി ആ ഫ്രെയിം വർക്കിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ടതും കാണേണ്ടതും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് തുടർന്നുള്ള പ്രശ്നം. നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കാനും, നിങ്ങളുടെ എന്ന് പറയാനില്ല, നമ്മുടെ ഒരുമിച്ചുള്ള സംശയങ്ങൾ ഒരുമിച്ച് ദൂരീകരിക്കാനും അതിലൊരു ക്ലാരിറ്റി നമുക്ക് അറിയുന്നത് പോലെ വരുത്താനും ഉച്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരെ കൂടി കാണുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. ഒരു തീരുമാനവും ഇരുമ്പുലക്കല്ല.
ഇതെല്ലാം ഒരു ഫ്രെയിം വർക്കാണ്. ഭൂമിയിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ കൃത്യത വരുത്താൻ വേണ്ടി കഴിയുക. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. കേരളത്തിന്റെ 29ാം ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. കേരളീയ വേഷത്തിലാണ് പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. രാജേന്ദ്ര ആർലേക്കറെ ഗവർണറായി നിയമിച്ച രാഷ്ട്രപതിയുടെ ഉത്തരവ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വായിച്ചു. ദ്രൗപദി മുർമു, President of India, hereby appoint Sri Rajendra Vishwanath Arlekar to be the Governor of Kerala. പിന്നാലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala. ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും പുതിയ ഗവർണർക്ക് അനുമോദനം നേർന്നു. മുഖ്യമന്ത്രിയും വിശിഷ്ടാതിഥികളും ചായ സൽക്കാരം കഴിഞ്ഞാണ് രാജ്ഭവനിൽ നിന്ന് മടങ്ങിയത്. പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയക്കാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാജ്ഭവനിലോ വിമാനത്താവളത്തിലോ എത്തിയിരുന്നില്ല. എന്നാൽ പുതിയ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ വിമാനത്താവളത്തിൽ പോയിരുന്നു. പുതിയ ഗവർണറുടെ സമീപനം നോക്കിയ ശേഷം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാൽ മതിയെന്നാണ് CPM തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്ര ചെയ്യുന്നവർക്ക് വെല്ലുവിളിയായി വീണ്ടും ഉയർന്ന ടിക്കറ്റ് നിരക്ക്. ഈ വർഷം കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് 1,25,000 രൂപ ടിക്കറ്റിന് നൽകേണ്ടി വരും. കണ്ണൂരിലെയും കൊച്ചിയിലെയും നിരക്കിനേക്കാൾ 40,000 രൂപയുടെ വർധനവാണിത്. യാത്രാ നിരക്ക് കുറയ്ക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ഈ വർഷം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് 87,000 രൂപയാണ്. കൊച്ചി വിമാനത്താവളത്തിലേത് 86,000 രൂപയും. എന്നാൽ കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്കുള്ള ടിക്കറ്റ് നിരക്ക് 1,25,000 രൂപയാണ്. മറ്റു വിമാനത്താവളങ്ങളെക്കാൾ 40,000 രൂപയുടെ വർധനവ്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തത് കരിപ്പൂർ വിമാനത്താവളമാണ്. ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള വിമാനത്താവളത്തിൽ നിന്നാണ് ഏറ്റവും ഉയർന്ന നിരക്ക് ഈടാക്കുന്നതും. എയർ ഇന്ത്യ മാത്രം ടെൻഡറിൽ പങ്കെടുത്തതാണ് ഉയർന്ന നിരക്ക് വരാൻ കാരണം. ഹജ്ജ് യാത്രാ നിരക്ക് കുറച്ചുകൊണ്ടുവരാൻ ഇടപെടുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിക്ക് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്, കത്തെഴുതിയിട്ടുണ്ട്. ബന്ധപ്പെട്ട എയർലൈൻസുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കുറക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും കരിപ്പൂരിൽ നിന്ന് ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് ആദ്യം ഈടാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് പിന്നീട് കുറയ്ക്കുകയായിരുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. ഉംറ തീർത്ഥാടകരെ സൗദിയിൽ ഉപേക്ഷിച്ച് ഏജന്റ് മുങ്ങിയതായി പരാതി. മംഗലാപുരം പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെയാണ് പരാതി. അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉംറയ്ക്ക് പോയവരാണ് തട്ടിപ്പിനിരയായത്. ഉമ്മയും ഓളും അവിടെ അടുത്ത് തന്നെയാണുള്ളത്. ഉമ്മയും എൻ്റെ ഒരു മോളും അടുത്ത് തന്നെയാണുള്ളത്. ഞങ്ങൾ 7 ആൾ പോയാൽ 4 ആളാണ് വന്നിക്കുള്ളൂ. ബാക്കി 2 ആൾ അടുത്ത് തന്നെയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നായി ഉംറയ്ക്ക് പോയ 160 തീർത്ഥാടകരാണ് തട്ടിപ്പിനിരയായത്. ഭക്ഷണം ലഭിച്ചില്ലെന്നും താമസ സ്ഥലത്ത് നിന്നും ഇറക്കിവിട്ടെന്നും ഉംറയ്ക്ക് പോയവർ പറയുന്നു. ഏകദേശം കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 160ഓളം ആളുകളെ ഇവിടെ നിന്ന് ഇയാൾ ഉംറയ്ക്ക് കൊണ്ടുപോവുകയും ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇവിടെ വെച്ചിട്ട് വിസന്റെ പ്രിന്റ് എടുക്കാത്ത ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾ അവിടുന്ന് എന്ത് പറഞ്ഞു, എനിക്ക് മക്ക വരെ പോകണമെന്ന് പറഞ്ഞ അയാൾ പോയിട്ട് അവിടുന്ന് നേരെ വന്ന അയാൾ ഇവിടെയാണ് പൊങ്ങിയത്. മടക്ക ടിക്കറ്റ് ലഭിക്കാത്ത പലരും കുടുംബത്തെ അറിയിച്ച ശേഷം സ്വന്തം ചിലവിൽ ടിക്കറ്റ് എടുത്താണ് മടങ്ങിയത്. ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ല. പിന്നെ അതാണ് അവിടെ നിങ്ങോട്ടാണ് സ്വീപ്പായത്. അപ്പോൾ ഒരു ദിവസം ഭക്ഷണത്തിന് പ്രശ്നം വന്നത്. നിരവധി ആളുകൾ മടങ്ങി വരാനാകാതെ ദമാം വിമാനത്താവളത്തിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. മീഡിയ 1 കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ CMRLൽ നിന്ന് കിട്ടിയ പണത്തിന് സേവന നികുതി അടച്ചില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. ടി വീണയ്ക്ക് സേവന നികുതി രജിസ്ട്രേഷൻ പോലുമില്ല. ഇക്കാര്യം വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. ഇത് വരുന്നതോടുകൂടി, അതായത് വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നത് വരുന്നതോടുകൂടി ഈ 1,72,00,000 രൂപയ്ക്ക് നികുതി അടച്ചിട്ടില്ല എന്നും ഇത് അങ്ങനത്തെ ഒരു സേവനമായിരുന്നില്ല എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യുക എന്നത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു.
വനനിയമ ഭേദഗതിയിൽ സർക്കാർ വഴങ്ങുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥ പിൻവലിക്കും. വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന വ്യവസ്ഥ ബില്ലിൽ ഉണ്ടാകില്ല. എന്നാൽ ഉയർന്ന പിഴത്തുകയടക്കം ഉൾപ്പെടുത്തുന്നതിൽ പിന്നോട്ടില്ല എന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പൊതുജനാഭിപ്രായം കൂടി പരിഗണിച്ച് തിരുത്തൽ വരുത്തി ബില്ല് അവതരിപ്പിക്കുമെന്നായിരുന്നു വനമന്ത്രി പറഞ്ഞിരുന്നത്. ഡിസംബർ 31 അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിച്ചു. 100-ലധികം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. പരാതികളുടെ ഉള്ളടക്കം പരിശോധിച്ച് ക്രോഡീകരിക്കുകയാണ് വനം വകുപ്പ്. എന്നാൽ ബില്ലിൽ ഒരു വ്യവസ്ഥയിൽ മാത്രം തിരുത്തൽ വരുത്താനാണ് നിലവിലെ ആലോചന. വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന വ്യവസ്ഥയാണ് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയത്. ഇത് പിൻവലിക്കും. എന്നാൽ ഉയർന്ന പിഴത്തുകയടക്കം ഏർപ്പെടുത്തുന്ന വ്യവസ്ഥകളിൽ തിരുത്തുണ്ടാകില്ല. വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് കുറ്റകരമാകുന്നതും ജണ്ടകൾ, കൈകാലുകൾ എന്നിവ തകർക്കുന്നത് നിരോധിക്കുന്നതുമായ വ്യവസ്ഥകൾ ബില്ലിൽ നിന്ന് പിൻവലിക്കാൻ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതികൾ ക്രോഡീകരിച്ച് 8-ാം തീയതി വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ IAS ആണ് ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ. മീഡിയ 1 തിരുവനന്തപുരം. സുൽത്താൻ ബത്തേരിയിലെ അർബൻ സഹകരണ ബാങ്കിൽ നടക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ അഴിമതിയെന്ന് ബാങ്കിന്റെ മുൻ വൈസ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായ RP ശിവദാസ്. കോൺഗ്രസിലെയും CPM-ലെയും ഒരു വിഭാഗം നേതാക്കളും സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന കോക്കസാണ് അഴിമതിക്ക് പിന്നിൽ. KPCCക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ല. അഴിമതിക്കെതിരെ പ്രതികരിച്ചതിന് തന്നെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്നും DCC മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ RP ശിവദാസ് മീഡിയ 1-നോട് പറഞ്ഞു. ബത്തേരി കേന്ദ്രീകരിച്ച്, അത് വയനാട്ടിൽ നിങ്ങൾക്ക് എവിടെ ആരോട് അന്വേഷിച്ചാലും അറിയാം, ഒരു സഹകരണ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ സഹകരണ മാഫിയയിൽ കോൺഗ്രസിലെ ആളുകളുമുണ്ട്, ഇപ്പോൾ ഭരിക്കുന്ന CPM-ലെ ആളുകളുമുണ്ട്, പിന്നെ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഇവരടങ്ങുന്ന ഒരു കോക്കസാണ് അത് ചെയ്യുന്നത്. 2012 ഞങ്ങളുടെ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ബോർഡ് ഉണ്ടാക്കിയ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. ആ റാങ്കിൽ 2 പേരെ മറികടന്ന് 3-ാമത്തെ ആളെ നിയമിക്കുന്ന വിഷയം വന്നപ്പോൾ വിയോജനക്കുറിപ്പ് എഴുതി അങ്ങനെ ഞാൻ പുറത്തു പോകേണ്ടി വന്ന ആളാണ്. ഇന്ത്യ-ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ സിഡ്നിയിൽ നടക്കും. ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ തോൽവിയുടെ ക്ഷീണം മാറ്റാനാണ് ഇന്ത്യ ഇറങ്ങുക. നിലവിൽ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ 2-1 മുന്നിലാണ്. സിഡ്നി ടെസ്റ്റ് ജയിക്കാനായാൽ ഇന്ത്യക്ക് പരമ്പര സമനിലയാക്കാം. ഇന്ത്യൻ സമയം രാവിലെ 5 മണിക്കാണ് മത്സരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ brought to you by Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,150 രൂപ, പവന് 57,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,930 രൂപ, പവന് 47,440 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ.